സൺഡേ സ്പെഷ്യൽ ബ്രെയിൻസ് ഓവർ ബിസിനസ് എന്ന ടോപ്പിക്കിൽ നമ്മളോട് ഇന്ന് സംവദിക്കുന്നത് ലീവ് ടു സ്മൈലിന്റെ ഫാക്കൽറ്റി കൂടിയായ ഹൃദയ മാം ആണ്. ഏറ്റവും സ്നേഹത്തോടെ മാമിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. Thank you, Rosina. Thank you very much. And very good evening, everyone. Good evening. Very good evening. Rosina, Good hello. evening, ma'am. യെസ് ഹൃദയ. Good evening. തുടങ്ങാല്ലേ നമുക്കെന്നാ? തുടങ്ങാം. Okay, then thank you very much. So, first of all, hello. എൻ്റെ പേര് ഹൃദയ. ഞാൻ ലിവ് ടു സ്മൈലിലെ തന്നെ ഫാക്കൽറ്റിയാണ്. ഞാനിവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൂടുതലായിട്ടും എടുക്കുന്ന വിഷയം. ആൻഡ് മാനേജറിയൽ എക്കണോമിക്സ് കുറച്ച് ഇടയ്ക്ക് നമ്മുടെ ഒരു MBA ബാച്ചിന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഹൗ ആർ യു എവ്രിവൺ? ആദ്യം തന്നെ ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടതിൽ ഞായറാഴ്ച എല്ലാവർക്കും റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം നമ്മുടെ ഇന്ന് എല്ലാവരും ഒന്ന് കൂടെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ചേർന്നതിൽ എല്ലാവരും ഇവിടെ ആദ്യം എത്തിച്ചേർന്നതിൽ തന്നെ ആദ്യം തന്നെ എല്ലാവരോടും താങ്ക് യു പറയുന്നു ആൻഡ് വെൽക്കം. സോ ഹൗ ആർ യു? എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? സുഖായിരിക്കുന്നു മാം. സുഖമായിട്ടിരിക്കണോ? അടിപൊളി അടിച്ചു തകർക്കല്ലേ. അതെ, അടിപൊളിയാണ്. ഇതില് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ചു പേർക്കൊക്കെ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഏത് പരീക്ഷയാണ് ഇപ്പൊ? ക്ലാസ് എക്സാം എല്ലാം ഞങ്ങളുടെ കഴിഞ്ഞു. അതെ. ഓക്കെ. സോ യെസ്, ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും, ബ്രെയിൻസ് ഓവർ ബിസിനസ്. അപ്പൊ തിരക്കുകൾക്കിടയിൽ നമ്മൾ തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ ബ്രെയിൻ. അതിനെയും കൂടെ നമുക്കൊന്ന് നോക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. എല്ലാവരും എന്താ പറയാ, മെഡിറ്റേഷനും പ്രാക്ടീസും മൈൻഡ്ഫുൾനെസ്സും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കോവിഡിന് ശേഷം തൊട്ടിട്ട് അല്ലേ, നമ്മൾ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഇല്ലെങ്കിൽ നമ്മളോട് തന്നെ ചിന്തിച്ച് ഇരിക്കാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് നമ്മൾ കേൾക്കുന്ന വേറൊരു വാക്കും കൂടിയാണ് യോഗ, മെഡിറ്റേഷൻ, നിങ്ങൾ സ്വയം സ്ട്രോങ് ആയിട്ടിരിക്കൂ എന്നൊക്കെയുള്ള തരം ചിന്തകൾ. കാരണം നമ്മളോട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് പലതരം പേടിയോ അല്ലെങ്കിൽ ചെറിയ സ്ട്രെസ്സോ ആൻസൈറ്റിയോ അങ്ങനെ ചെറുതായിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഇപ്പോ ലൈക്ക് എല്ലാവർക്കും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ലൈക്ക് വി ആർ ഓൺ ദ ഫ്ലൂ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് റീല് കാണും, യൂട്യൂബിൽ കുറച്ച് ഷോർട്സ് കാണും. അങ്ങനെ നമ്മൾ എന്താണ് വർക്കിന്റെ കൂടെ ചില്ല് ചെയ്യാനും കൂടെ ഉള്ള ഒരു ലൈക്ക് അതിനും കൂടെ ട്രെയിൻഡ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ അല്ലേ? ഓ അല്ലേ, ജസ്റ്റ് ഷെയർ മീ മൈ സ്ക്രീൻ. റസിന, ഹലോ, സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് എനേബിൾ ചെയ്യൂ. ഷുവർ. ഓക്കെ. എന്റെ 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ഞാൻ എന്താ പറയാ സ്ക്രീനിങ് ഒക്കെ കറക്റ്റ് അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഹൃദയ എന്ന് മാത്രം പേരുള്ള അക്കൗണ്ടിലേക്ക് കോ ഹോസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് എ സെക്കൻഡ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. എല്ലാവരും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ടൈമാണോ? ലൈക്ക് പ്രാർത്ഥനാ സമയമാണോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സമയം എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുവാണോ ഇപ്പം? അതെ മാം. അതെ. അപ്പൊ എന്തുകൊണ്ട് എല്ലാവർക്കും കൺവീനിയന്റ് ടൈമിൽ തന്നെയാണ്, അപ്പൊ കുഴപ്പമില്ല.
co-host ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ് ഇറ്റ് ഈസ്. ഓക്കെ, സോ യെസ്, ഇന്നത്തെ സെഷന് ആദ്യം തന്നെ റസീനയ്ക്ക് നന്ദി പറയുന്നു. നമ്മുടെ കോർഡിനേറ്റർ ആണ് റസീന മാം. അപ്പോ ഞങ്ങള് PG ലൈക് വി വർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോ റസീനയ്ക്ക് പണ്ട് തൊട്ടിട്ട് എന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് എന്നോട് ആദ്യമേ പറഞ്ഞത് ലൈക് ഇന്ന് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്രം വേണ്ട, വേറെ എന്തെങ്കിലും വിഷയമായിട്ട് വരാനാണ് എന്നോട് പറഞ്ഞത്. സോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ലൈക് എന്തായാലും എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല. അപ്പോ ഇന്ന് നമ്മള് നമ്മുടെ ബിസിനസിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ എന്താ സത്യത്തിൽ നമ്മളിപ്പോ ബിസി ആണോ? ലൈക് ഈ തിരക്ക് എല്ലാവർക്കും പല രീതിയിലുണ്ട്. ലൈക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തൊട്ട് സാധാരണക്കാരായ നമുക്ക് വരെ തിരക്കുകളുണ്ട് അല്ലെ? അപ്പോ എന്താണ് ഈ തിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇന്ന് നോക്കൂ, ഇത്രയും ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ കിട്ടുന്ന ഒരു ഹോളിഡേ ആണ്. വർക്കിന്റെയും നിങ്ങൾ ഒപ്പം പഠിക്കുന്നുമുണ്ട്. ഈ ക്ലാസ്സിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു ഹോളിഡേയിലും നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോ മേ ബി വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നുണ്ടാവാം, ഇന്ന് നമുക്ക് എന്നാ പുറത്തു പോയാലോ? അപ്പോ ഇല്ല, നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്, ഇന്നും കൂടെ നമുക്കൊരു സെഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തിരക്കാണ് അല്ലെ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇന്നൊരു തിരക്കുണ്ട്. എന്താ, നിങ്ങൾക്ക് ഇന്നും കൂടെ അഡീഷണൽ സെഷൻ ഉണ്ട്. ഞായറാഴ്ചയും നിങ്ങളൊരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വരികയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ലിവ് ടു സ്മൈൽ നമ്മുടെ പ്രയോറിറ്റീസിൽ ഒന്നാണ് അല്ലെ? നമ്മൾ ഏറ്റവും സമയം കാര്യമാത്രമായ നമ്മുടെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം, നമ്മുടെ ഒരു പോയിന്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കാര്യമാണ് ലിവ് ടു സ്മൈലിലെ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിരക്കല്ല, അത് പ്രയോറിറ്റീസ് ആണ്. അപ്പോ ഓരോ ആൾക്കാരെ വെച്ച് നമ്മൾ നോക്കുമ്പോഴും ഓരോരുത്തർക്കും അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ പ്രയോറിറ്റീസ് ആണ്. എത്രത്തോളം കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു അനുസരിച്ചിട്ട് മറ്റുള്ളവർക്ക് അവർ തിരക്കുള്ള ഒരു വ്യക്തിയായി കാണപ്പെടുന്നു, അവർക്ക് അവൈലബിൾ അല്ലാത്തിടത്തോളം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എനിക്കും അവൈലബിൾ ആണ്. നമ്മൾ രണ്ടു കൂട്ടരും പ്രയോറിറ്റൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കിപ്പോ നമ്മൾ ഒരു കാര്യമേ ചെയ്യുന്നുള്ളൂ, ദിസ് ഇസ് അവർ പ്രയോറിറ്റി, ഇത് തിരക്കല്ല, റൈറ്റ്? അപ്പോ വാട്ട് ഡസ് ആക്ച്വലി ദിസ് വേർഡ് മീൻ? ദിസ് ഇസ് ഓൾ അബൌട്ട് പ്രയോറിറ്റീസ്. നമ്മളൊരു കാര്യം മാറ്റിവെച്ച് മറ്റൊന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രയോറിറ്റീസ് ആണ്. തിരക്ക് എന്ന വാക്ക് തന്നെ ആദ്യം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകള് കുറെയൊക്കെ ക്ലിയർ ആവും, റൈറ്റ്? സോ ഇപ്പൊ തന്നെ ലൈക് നമ്മള് എന്താ പറയാ, ഞാൻ സംസാരിച്ച് കുറച്ചു നേരം, ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങാൻ ഇത്തിരി ഡിലേ ആയി, സ്ക്രീൻ ഷെയറിങ് ഓൺ ആവാൻ ഇത്തിരി സമയം എടുത്തു. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി വെച്ചിട്ട് നമ്മുടെ എല്ലാവർക്കും ADHD, ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് ADHD ആണെന്നുള്ളത്. പക്ഷെ അതുപോലെ എല്ലാവർക്കും അറ്റൻഷൻ ഡെഫിസിറ്റ് ആണെന്നല്ല, ചെറിയ തോതിൽ അറ്റൻഷൻ സ്പാൻ നമുക്കും കുറഞ്ഞു വരികയാണ്. ഇപ്പൊ തന്നെ ലൈക്ക് നിങ്ങളുടെയൊക്കെ സ്ക്രീനിൽ ഈ സൂം മീറ്റിംഗ് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു സൈഡിലേക്കോ, ലിങ്ക്ഡിന്റെ ഒരു സൈഡിലേക്കോ, വാട്സാപ്പിന്റെ ഒരു സൈഡിലേക്കോ ഒക്കെ ഇതേപോലെ മാറിയിട്ടുണ്ടാവും. ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്വാഭാവികമാണ്. ഇല്ല, ഓക്കെ, ഗ്രേറ്റ്. അപ്പോ നമ്മള് കോളേജിൽ ഇപ്പൊ പഠിപ്പിക്കുമ്പോഴും ഓൺലൈൻ ക്ലാസ് എടുത്താലും മിക്കവാറും കുട്ടികളുടെ കാര്യത്തിലും സാഹചര്യം ഒട്ടും വ്യത്യസ്തമല്ല, ഇതേപോലെയൊക്കെയാണ് സംഭവിക്കുക. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാം ഉണ്ട്, എന്താ പറയാ എക്സ്, പണ്ടത്തെ ട്വിറ്റർ ഉണ്ട്, പിന്നെ എന്തൊക്കെയാ ഇല്ലാത്ത സ്നാപ്ചാറ്റ്, അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് ഇപ്പൊ കയ്യില്. അപ്പൊ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രോളില് മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ കൺമുന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കണ്ടത് എന്തെങ്കിലും നമ്മൾ മറക്കുന്നുണ്ടോ? വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ്സും തീംസും ആണ്, പക്ഷെ എന്ത് കണ്ടാലും നമ്മുടെ ഓർമ്മയിൽ അതൊക്കെ ക്യാച്ച്ഡ് ആണ്. ഇപ്പൊ ഞാൻ ഈ ഒരു സ്പീഡില് ഇപ്പൊ ഇവിടെ കുറെ പിക്ചേഴ്സ് ലോഡ് ചെയ്തെങ്കിലും ഇതിൽ ഒട്ടുമിക്ക സാധനങ്ങളും നിങ്ങളിപ്പം കണ്ണിൽ ഉടക്കിയിട്ടുണ്ടാവും.
ലൈക്ക് ഇത് അവിടെ കണ്ടോ, ഇത് ഇവിടെ കണ്ടോ, അല്ലെങ്കിൽ ഇതെന്താ അതെന്താ, കണ്ടിട്ടില്ലെങ്കിൽ ഇത് എന്തായിരുന്നു എന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി. നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഇക്കാര്യത്തിൽ ഇപ്പൊ കൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെ ബ്രെയിൻ ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് പോപ്കോൺ ബ്രെയിൻ പോലെയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡ് നമുക്ക് ഇൻഫർമേഷൻ പുതിയത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ഇതാ പഴുത്ത അവസ്ഥ അല്ലെ? അപ്പോ ഇതും ഞാന് ലൈക്ക് റാൻഡംലി എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കുറെ ഫീഡ്സ് ആണ് ഇതൊക്കെ. ഇങ്ങനെ കുറെ ഫീഡ്സ് കണ്ടതിന്റെ ഇടയിൽ ഇന്നലെ കണ്ടൊരു കാര്യമാണ് ബ്രെയിൻ റോട്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും അവർ എന്ത് ചെയ്യുന്നറിയോ, ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമായി നിൽക്കുന്നതിന്റെ ഇടയിലെ ഒരു വാക്ക് ആ വർഷത്തെ വാക്കായി പ്രഖ്യാപിക്കും. വേർഡ് ഓഫ് ദി ഇയർ, ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ. അങ്ങനെ 2024 ഈ വർഷത്തേക്ക് ഇന്നലെയോ മിനിഞ്ഞാന്നുമായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇത് കൺഫേം ചെയ്ത് പ്രസിദ്ധീകരിച്ച വാക്കാണ് ദാറ്റ് ഇസ് ബ്രെയിൻ റോട്ട്. പണ്ട് 2019 പാൻഡമിക് വന്നപ്പോ 2020 പാൻഡമിക്കും പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനത്തെ വാക്കുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാം, ഒരു സ്ഥലത്ത് വൻ തീപിടുത്തം, വൈൽഡ് ഫയർസ് ആണെങ്കിൽ ഒരു സൈഡില് ലൈക്ക് വെള്ളപ്പൊക്കങ്ങളാണ്, ഒരു സൈഡില് സുനാമി വരാൻ നിൽക്കുന്നു ഇല്ല എന്ന് പറയുന്നു, കൊടുങ്കാറ്റ്, ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ആഘാതത്തിൽ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഈ വർഷം കൊണ്ടുവന്നിട്ടുള്ള വേർഡാണ് ബ്രെയിൻ റോട്ട്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രെയിന്? റോട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വെജിറ്റബിൾസ് റോട്ട് ആവുക, ആപ്പിൾ റോട്ട് ആവുക, പൊട്ടാറ്റോ റോട്ട് ആവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പൊട്ടാറ്റോ ഒക്കെ കേടുവരിക, ഉരുളക്കിഴങ്ങ് കേടുവന്നു പോവുക. അപ്പോ അതേപോലെ ബ്രെയിൻ റോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലച്ചോറിലെ ഒരു പോർഷൻ ലൈക്ക് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണോ? അത് ലൈക്ക് ഇങ്ങനെ CT സ്കാനിലോ MRI സ്കാനിലോ കാണപ്പെടുന്ന റോട്ടിംഗ് അല്ല. ഇത് ഇന്റലക്ച്വലി നമ്മള് പുറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള എന്റെ ഒരു സൂചനയാണ്. അപ്പോ ഈ ബ്രെയിൻ റോട്ട് അവര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്റലക്ച്വൽ സ്റ്റേറ്റ്, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മള് ഒന്ന് ആ ഒരു ലെവല് കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. പണ്ട് നിങ്ങൾ ഓർക്കുണ്ടാവും, എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ ഒരു ബാലതാരം നമ്മുടെ ഒരു ഉണ്ണി മുകുന്ദന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി കൂടുതലായിട്ട് സംസാരിച്ച് ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഒരു 7-8 വയസ്സ് പ്രായമുള്ള ഒരു ബാലതാരം നന്നായിട്ട് സംസാരിക്കുമ്പോൾ ഈ കുട്ടി ഇത് കുട്ടിയല്ല, ഇത് വലിയൊരാളെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് സാധാരണ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ്സും ട്രോളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സത്യത്തിൽ അത് കുട്ടിയുടെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ? ആ കുട്ടിയുടെ ഒരു നോളജും ആ കുട്ടിയുടെ പ്രായത്തിൽ ആ കുട്ടി ആർജിക്കാവുന്ന എല്ലാ എനർജിയും എല്ലാം ഉപയോഗിച്ച് അത് സിദ്ധിച്ചെടുത്ത അറിവുകൊണ്ട് സംസാരിക്കുന്നതാണ് അല്ലേ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന നമ്മുടെ ബാർ താഴ്ന്നു വരികയല്ലേ? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൂടുതലും ഈ കളികളും ലൈക്ക് പെപ്പ പിഗും അതും ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് ക്യൂട്ടാക്കി ഇരുത്തുന്ന സമയത്തും, ക്യൂട്ടാക്കി ഇരുത്തതെന്നല്ല, ലൈക്ക് അതിന്റെ ഇടയിലും ഈ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്റലക്ച്വലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കണ്ടപ്പോ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് ആ കുട്ടിയുടെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന്. അപ്പോ ഇതൊക്കെ ബ്രെയിൻ റോട്ടിന് എവിഡൻസസ് ആണ്. നമ്മള് ആളുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ലെവല് താഴ്ന്നു വരികയാണ്. അതിനപ്പുറം പോകുന്നവരെ നല്ലത് എന്നല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഐ എം ഇൻട്രൊഡ്യൂസിങ് യു. ഇന്ന് നമ്മുടെ ആ ഒരു ഇന്റലക്ച്വൽ സ്റ്റേറ്റ്, നമ്മൾ ഒരുപാട് തിരക്കുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഡ്രൈവ് ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്, പല പല ജോലികൾക്കിടയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് പ്രായമാവുന്നതിന്റെ ഒപ്പം അത് ബാധിക്കപ്പെടാതെ നമ്മൾ അതിനെ ആക്റ്റീവ് ആക്കി നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ദർ ഇസ് ഓൺലി 7 ഹാക്സ്. 7 സിമ്പിൾ ഹാക്സ് ആണ് ഞാനെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ബ്രേക്കിംഗ് ബാഡ്. നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്, എല്ലാവരും മേ ബി കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇത് സീരീസുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. ബ്രേക്കിംഗ് ബാഡ്, ദാറ്റ്സ് ഓൾ. 2019 നമ്മുടെ കോവിഡ് വന്ന സമയം, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് അവിടെ നടക്കും, നമ്മളൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യും, വീട്ടിലിരിക്കും, ഭക്ഷണം കഴിക്കും, റെസ്റ്റ് എടുക്കും, പുറത്തു പോകണ്ട, എല്ലാവരും വീട്ടിലുണ്ട്. ഈ ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഇടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്തായിരുന്നു, നെറ്റ്ഫ്ലിക്സിൽ മാറി മാറി വരുന്ന സീരീസ് മുഴുവൻ കണ്ടു തീർക്കുക. വേറെ ഒന്നുമില്ല, എല്ലാ സീരീസും ഇരുന്ന് കാണുക. അതിന്റെ ഇരുന്നു പരിപാടി.
അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി എന്റെ ഭൂരിഭാഗം സമയവും ഞാൻ അവിടുത്തെ ഒരു പ്രധാന കക്ഷിയായിട്ട് മാറി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കമ്പൈൻഡ് അക്കൗണ്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തിന്റെ മാരേജ് ഫിക്സ് ആയി. അപ്പോ ഈ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് പുള്ളി പാസ്വേഡ് മാറ്റി ഫിയാൻസിക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ ഞാൻ പുറത്തായി. പിന്നെ പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ ആ സമയത്ത് എന്താ പറയാ പെട്ടെന്ന് മനസ്സ് വന്നില്ല. അവിടുന്ന് പുറത്താക്കപ്പെട്ടു. ഭയങ്കര വേടല്ലേ? എന്താ പറയാ, അവിടുന്ന് പുറത്താക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ എന്റെ സമയത്തിന്റെ ഭൂരിഭാഗം സമയം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഇല്ല. പിന്നെ ഞാനും എന്റെ വർക്കും മാത്രമായി. കുറച്ച് യൂട്യൂബ് ഒന്നും അങ്ങോട്ട് ലൈക്ക് ഡൈജസ്റ്റ് ആവണില്ല. എന്താ ചെയ്യാ, എത്രയും കാലം നെറ്റ്ഫ്ലിക്സ് സീരീസും ഒക്കെ ആയിരുന്നു, അതൊക്കെ പോയി കിട്ടി. ഇനിയിപ്പോ ഒന്നുമില്ല ചെയ്യാൻ. അപ്പോ ഇവിടെ ഞാൻ എന്റെ വർക്കിലോട്ട് വർക്കിലോട്ട് വന്ന സമയത്ത് തുടങ്ങാൻ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം വേറെ എന്തെങ്കിലും ചിന്ത വരും, നമ്മൾ മാറും. ഒബ്വിയസ്ലി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ടൈമിന്റെ മാക്സിമം കൺസ്യൂം ചെയ്യുന്ന ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് ഷോർട്സും റീൽസും സാധനങ്ങളും ഒക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാട്ട് വിൽ വി ബി ഡൂയിങ്? നമുക്ക് അവിടെ അറ്റൻഷൻ ഒന്നിലോട്ട് ഫോക്കസ് ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ ഹാബിറ്റ്സ് ആർ ദി ഡൂയിങ് ഓൺ ദ ഗുഡ് വേ? സോ ഇറ്റ് ഈസ് ദ ടൈം ടു ബ്രേക്ക് ഇഫ് ഇറ്റ് ഈസ് ബാഡ്. സോ ഇത് നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ ബ്രെയിനാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണ് കൃത്യമായിട്ട് വളരെ കൃത്യം സമയത്ത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഇന്ന് വേണ്ട, ഇന്ന് റെസ്റ്റ് എടുക്കാം, നാളെ ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ, ഇന്നൊന്നല്ലല്ലോ പരീക്ഷയുടെ തലേ ദിവസവും അയ്യോ അമ്മേ പരീക്ഷ ഒന്നു എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ബേസിക്കലി അവരുടെ തലച്ചോറ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു കഥയാണ്, ഐൻസ്റ്റീന്റെ ബ്രെയിനിന് വലുപ്പം കൂടുതലാണ്, ഐൻസ്റ്റീന്റെയോ അങ്ങനെ ഏതൊരു ശാസ്ത്രജ്ഞന്റെ ഇടം, എന്നിട്ട് നമുക്ക് അവരുടെ കുഴിമാടം തുറന്നു നോക്കിയാലോ എന്നുള്ളൊരു ചിന്തയിൽ ഏതോ ആൾക്കാർ അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. ലൈക്ക് ഇവരുടെയൊക്കെ ഡാവിഞ്ചിയുടെ ഒക്കെ ബ്രെയിനിന് വലുപ്പം കൂടുതലുണ്ടോ, അവർ ഇത്രയൊക്കെ ഇന്റലക്ച്വലി സ്മാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം ഇരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ഇത്തിരി വീടാണ്. അതേപോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളും വർക്ക് കൃത്യമല്ലാതെ തള്ളി നീക്കി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ബ്രെയിനിലുള്ള ഡിഫറൻസ് എന്താണ്. ഇതാണ് ഒരു സാധാരണ മനുഷ്യ തലച്ചോർ. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു കൺട്രോളിങ് സിസ്റ്റം ഉണ്ട് അല്ലെ? ഇത് നമ്മുടെ ഷിപ്പിലൊക്കെ ഇങ്ങനെ ലൈക്ക് ഡയറക്ഷൻ തിരിക്കാൻ ഉള്ള കൺട്രോൾ ചെയ്യാനുള്ള വീലാണ് അല്ലെ, സ്റ്റിയറിംഗ് ആണ്. അപ്പൊ ഇതുപോലൊരു സ്റ്റിയറിംഗ് നമ്മുടെയൊക്കെ ബ്രെയിനിലുണ്ട്. അപ്പോ ഇവിടെ സാധാരണ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിനിൽ അപ്പോ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അദ്ദേഹം നല്ല കൃത്യമായി സ്റ്റിയറിംഗ് ഒക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി എന്താണ് നമ്മുടെ മറ്റേ കക്ഷിയുടെ അവസ്ഥ? ഈ തലയില് വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാന്നല്ലേ നമ്മൾ അതിനെ പറയാ. പ്രൊക്രാസ്റ്റിനേറ്ററുടെ തലയില് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഇതുപോലൊരു വ്യക്തിയുണ്ട്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കി. ഈ ഒരു ആശയം ആദ്യമായിട്ട് ഒരു US റിസർച്ചർ ആയിട്ടുള്ള ടിം അർബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, അദ്ദേഹമാണ് കൊണ്ടുവരുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കിയുടെ ഒരു ആശയം. അപ്പോ ഇതെന്താ ഇവിടെ സംഭവം? അപ്പൊ നമ്മുടെ റേഷണൽ ഡിസിഷൻ മേക്കർ ഇവിടെ നിപ്പുണ്ട്, കറക്കിക്കൊണ്ടിരിക്കുകയാണ്, കറക്റ്റ് ആയിട്ട് വീലൊക്കെ തിരിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളിങ്ങനെ തീരുമാനിക്കും, ഇദ്ദേഹം കൃത്യമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഓക്കെ എനിക്ക് എന്താ പറയാ ഈ മാസം അവസാനം ഡിസംബർ 30 എനിക്കൊരു വർക്ക് ചെയ്യാനുണ്ട്. ഇന്നിപ്പോ ഡിസംബർ 1 കഴിഞ്ഞ് ഡിസംബർ 7 ഇന്ന് തൊട്ടിട്ട് 30 വരെ ഒന്ന് വർക്ക് ഞാൻ ഇങ്ങനെ ഈക്വലി സ്പ്രെഡ് ചെയ്യാണ്. അപ്പോ ഓരോ ദിവസവും കുറേശ്ശെ വർക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർക്ക് വലിയ ബാധ്യതയൊന്നും ഇല്ലാതെ ഓരോ ദിവസത്തിലും വളരെ സുഗമമായിട്ട് വർക്ക് തീരും. എന്റെ സ്റ്റാറ്റി ക്ലാസ്സിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും, മിസ് ഇവിടെ വന്നിരുന്നിട്ടും ഗ്രാഫ് വരയ്ക്കുകയാണോ എന്നുള്ളത്. ക്ഷമിക്കണം, കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഗ്രാഫ് വരച്ചുള്ളൊരു ശീലം കൊണ്ട് ഇവിടെയും അത് വന്നുപോയി. അപ്പോ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കി വന്നു കഴിഞ്ഞാൽ
പിന്നെ ഈ സ്റ്റിയറിംഗ് തിരിയുന്നത് പുള്ളിയായിരിക്കും. ഈ മങ്കിയാണ് ഇനി ഈ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാനേ നിവൃത്തിയുള്ളൂ? ഇവിടെ ഒരു ഭാഗത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കാനേ നിവൃത്തിയുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി മങ്കിയാണ് കാര്യങ്ങളൊക്കെ നോക്കാൻ. മങ്കി കാര്യങ്ങൾ നോക്കാൻ കണ്ടു കഴിഞ്ഞാൽ പേരെന്താ മങ്കിയുടെ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റന്റ്, ഒരു സെക്കൻഡില് വാവ് ഒരു റീല് കണ്ടു, ആഹാ ഇത് കൊള്ളാം, പുതിയ കേക്ക് ഉണ്ടാക്കുന്ന ടെക്നിക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ബട്ടർ കേക്ക് ആയാലോ. ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ആ ഒരു സെക്കൻഡിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിൽ ഡ്രൈവ് ചെയ്തിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ആ വഴിക്ക് പോകും. പിന്നെ നമ്മുടെ പണിയൊന്നും തലയിൽ ഓർമ്മയിലേ ഇല്ല. ആ മങ്കിയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ 30-ാം തീയതി ഉള്ള പ്രോജക്റ്റിന് 7-ാം തീയതി പണി തുടങ്ങിയാലും പണി ഒന്നും നീങ്ങുന്നില്ല, ഒരു അനക്കവും ഇല്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രത്യേകിച്ച് അനക്കം ഒന്നും കാണുന്നില്ല. അങ്ങനെ 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 28-ാം തീയതിയായി, 29-ാം തീയതിയായി, വർക്ക് ഇത്രയും പെൻഡിങ് ആണ്. നമ്മൾ എത്ര നല്ല കുട്ടികളായിട്ട് 7-ാം തീയതി മുതൽ ഓരോ ചാപ്റ്റർ വെച്ച് എഴുതാന്ന് പ്ലാൻ ചെയ്തതാ, അസൈൻമെന്റിൽ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് എഴുതാന്ന് പ്ലാൻ ചെയ്തതാ. ഈ മങ്കി കാരണം അതൊന്നും നടന്നില്ല അല്ലേ? എന്നിട്ട് അവസാനം 29-ാം തീയതി ആയപ്പോ വർക്ക് പെൻഡിങ് ഒരു വലിയ ബാർ അവിടെ നിൽക്കുകയാണ്. അപ്പോ പിന്നെ എന്ത് ചെയ്യും? 29-ാം തീയതി ആയി എന്ത് ചെയ്യും? പുതിയൊരു അതിഥി വരും. ആരുടെ? ഈ പ്രൊക്രാസ്റ്റിനേറ്ററുടെ തലയിൽ പുതിയൊരു അതിഥി വരും. ദേണ്ട അമ്മേ, ഇതാണ് പാനിക് മോൺസ്റ്റർ. ആരാ? പാനിക് മോൺസ്റ്റർ. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഡെഡ് ലൈൻ ആയി, അയ്യോ ഇതിന്ന് വെക്കാനുള്ള വിഷയമാണ്, ഇതിന്ന് തീർക്കണം. അന്നേരം മങ്കിയുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് പോകും. അതുവരെ പിടിച്ചു കളിച്ചോണ്ടിരുന്ന മങ്കിയൊന്നും പിന്നെ കാര്യം നോക്കാനുണ്ടാവില്ല. പിന്നെ ആകെ കൂടെ ഈ പാവം നമ്മളും തലച്ചോറും നമ്മുടെ പണി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ പാനിക് മോൺസ്റ്റർ മിണ്ടാതിരിക്കും, ഇല്ല, അത് അലറി വിളിച്ചോണ്ടിരിക്കും, ചെയ്യേ 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 ചെയ്യത്. അപ്പൊ അന്നേരം തിരക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇരുന്ന ആ പണിയൊക്കെ ചടവട ആ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ തീർത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 സ്റ്റാർ ഗ്രേഡ് കിട്ടുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്വപ്നങ്ങളിൽ മാത്രം. വളരെ റയറായിട്ട് അതൊക്കെ ആർക്കെങ്കിലും എന്താ പറയാ, ചക്ക വീണു മൊയിൽ ചത്തു എന്ന് പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കുക. അല്ലാത്ത പക്ഷം സമയപരിമിതി മൂലമുള്ള എല്ലാ കുറവുകളും അതിൽ കാണപ്പെടും. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്? ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കിയുടെ ആ ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ആ ഡോപ്പമൈൻ അടിച്ച് നമ്മൾ മയങ്ങി പോകരുത്. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. എന്താണ് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത്? നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണ്? അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണം. അത് ആദ്യം നമ്മൾ ചോദിച്ച് നമ്മളോട് തന്നെ ചോദിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണം. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും, ലൈക്ക് നമുക്ക് ബാഡ്മിന്റൺ കളിക്കാനോ ലൈക്ക് അല്ലെങ്കിൽ സിനിമ കാണാനോ ഒക്കെ അതിനോട് ക്രൈസ് ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. സീരീസ് കാണുന്നത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ വാട്ട് വി നീഡ് ഈസ് എ കൺട്രോൾ ഓവർ അവർ ഡോപ്പമൈൻ കൺട്രോളിംഗ് സിസ്റ്റം. നമ്മുടെ ഈ മങ്കീനെ കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് ആദ്യം പറ്റേണ്ടത്. സെക്കൻഡ് ഹാക്ക്, രണ്ടാമത്തെ കാര്യം, ഈറ്റ് 5 സ്റ്റാർ എന്ന് പറയുന്നില്ല, ഡു നത്തിങ്. ഒന്നും ചെയ്യാതിരിക്കുക. ദെൻ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കും? ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാലും there is something happening over there. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോഴും അതിൽ അതൊരു വലിയ ഇലക്ട്രോണിക് സിസ്റ്റം ആണ്, നമ്മുടെ ബ്രെയിനും ഹാർട്ടും ഒക്കെ അല്ലെ. അതൊക്കെ അപ്പോഴും ഇങ്ങനെ പല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയോ രീതിയിൽ അതിന്റെ വർക്ക്സ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വാട്ട് ടു ഡു ദെൻ? അപ്പൊ നമുക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ബ്രെയിൻ ബാബ്ലിംഗ്. എന്താ ബ്രെയിൻ ബാബ്ലിംഗ്? സിമ്പിൾ ആണ്. ലൈക്ക് ഇപ്പോ ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് എന്താ പറയാ, ഒന്നും ആലോചിക്കാതിരിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന് ലൈക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു എക്സിക്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ആ ഒരു സൈഡ് ഒന്ന്. ഇനി രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് നെറ്റ്വർക്ക് ഉണ്ട്. ഈ ഡിഫോൾട്ട് നെറ്റ്വർക്കാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പ്രവർത്തിക്കുക. ഓക്കെ, അതായത് കുറെ കാലം മുന്നേ നടന്ന എന്തെങ്കിലും സംഭവങ്ങളോ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പുറത്തിരുന്ന കൊച്ചിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ സിബ്ലിങ്സും ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഉള്ള ഓർമ്മകൾ അല്ലെങ്കിൽ മെമ്മറീസ്, നമ്മുടെ ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ സ്റ്റില്ലായിട്ടിരിക്കുമ്പോൾ സംഭവിക്കുക. ഓക്കെ, അപ്പോ ഇറേഷണൽ തോട്ട്സ്, ദാറ്റ്സ് ഇറ്റ്.
പ്രത്യേകിച്ച് അങ്ങനെ അതിന് വരാനുള്ള റീസൺസോ ഒന്നുമില്ല. അപ്പോ ഈ ഒരു രണ്ട് സൈഡും പുഷ് ആൻഡ് പുൾ പോലെയാണ്. ലൈക്ക് രണ്ട് സൈഡിലേക്കും അതൊരു പിടിവലിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഡിഫോൾട്ട് സിസ്റ്റം കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അത് നമ്മുടെ എക്സിക്യൂഷൻ സിസ്റ്റത്തിനെ ബാധിക്കും. ഓക്കെ, അപ്പോ വർക്കിന്റെ ഇടയിലും നമ്മൾ ആലോചിക്കാൻ തുടങ്ങും, ഓ പണ്ട് അത് അങ്ങനെയായിരുന്നു, അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാല് ഇങ്ങനെ വഴുതിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളിയോ, ഇങ്ങനെ 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 വളരെ അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ തോട്ട്സ് ആയിരിക്കും നമ്മുടെ ഇമോഷണലി നമുക്ക് ഹേർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി പേടി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ ഡിഫോൾട്ട് നെറ്റ്വർക്കിലൂടെ നമുക്ക് വരുന്നുണ്ടാവുക. സോ ഇവിടെ നമ്മുടെ മൈൻഡ്ലെസ്നെസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? സോ അവിടെ മൈൻഡ് ബാബ്ലിംഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ടെക്നിക്കാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഡു വൺ തിങ്. തോട്ട് കൺട്രോൾ ചെയ്യാനുള്ള ചെറിയൊരു പ്രാക്ടീസ് ഉണ്ട്, ഒരു മെമ്മറി ഗെയിം ഉണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് പറയാം, ലൈറ്റ്. ലൈറ്റ്, ഇപ്പൊ ഇവിടെ ബൾബ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള വേർഡ്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ലൈറ്റ്, ബൾബ്, ദെൻ വാട്ട് ഇറ്റ് ഇസ്, ക്രിസ്മസ്, സാന്റ, ജെറുസലേം, ഇസ്രായേൽ, വാർ, ഹിറ്റ്ലർ, ജർമ്മനി. ലൈക്ക് ഒരു ലൈറ്റിൽ നിന്ന് ജർമ്മനി വരെ എത്തി. ഒരു വാക്കിനോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത വാക്ക് കണക്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഈ ലൈറ്റിൽ നിന്ന് ജർമ്മനി വരെ എത്തിയത്? അതിപ്പോ ഞാൻ ഗൈഡ് ചെയ്ത് വിട്ട എന്റെ തോട്ട് പ്രോസസ് ആണ്, അല്ലെ? അങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നമ്മുടെ ഡിഫോൾട്ട് നെറ്റ്വർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഈ മെമ്മറി ഗെയിംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് പ്രാക്ടീസ്ഡ് ആവുമ്പോൾ എന്താണ് ഡിഫോൾട്ട് സിസ്റ്റത്തെ നമുക്ക് ചിന്തിക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അങ്ങനെ ഡിഫോൾട്ട് സിസ്റ്റത്തിൽ നമുക്ക് എക്സിക്യൂഷൻ സിസ്റ്റത്തെ സഹായിക്കാനുള്ള തോട്ട്സ് കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, നാളെ പോകുമ്പോൾ ഓഫീസിൽ കയറി ചെന്ന പാടെ ഇത് ചെയ്യണം, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിഫോൾട്ട് സിസ്റ്റത്തിലെ ചിന്തകൾ എന്തായിട്ട് മാറും? നാളെ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഡിഫോൾട്ട് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അങ്ങനെ ഇതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ എടുക്കാനാണ് നമ്മുടെ ഈ ഡു നത്തിങ് പരിപാടി പറയുന്നത്. ഡു നത്തിങ് മീൻസ് ഡു നത്തിങ് ഓൺ യുവർ ഇമോഷണൽ ലൈക്ക് ഡിഫോൾട്ട് തോട്ട്സ്. ഓക്കെ, ടേക്ക് കൺട്രോൾ ഓഫ് ഇറ്റ് ആൻഡ് ഹെൽപ്പ്, ദാറ്റ് ഇസ് മേക്ക് ഇറ്റ് എയ്ഡ് യുവർ എക്സിക്യൂഷൻ സിസ്റ്റം. So that's all about this one. And now, ഇത് പണ്ട് ഞാൻ എന്താ പറയാ, പ്രിയങ്ക ചോപ്രയുടെ സിനിമകൾ അത്രയധികം കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഐ ഡയർ യു ടു ഡിസപ്പിയർ ഫോർ 1 year. ദാറ്റ് ഇസ്, ഒരു വർഷത്തേക്ക് നിങ്ങൾ ആരും കാണാതെ അധോലോകത്ത് പോയി ജീവിക്കണം എന്നല്ല. പക്ഷേ ഇഫ് നോബഡി ഈസ് വാച്ചിങ് യു, വാട്ട് വിൽ യു ബി ഡൂയിങ്? സി, ആരും നിങ്ങളെ ശ്രദ്ധിക്കാനില്ല, ആരും നിങ്ങളെ നോക്കാനില്ല, നിങ്ങളെയും ആർക്കും കാണാനില്ല, നിങ്ങൾ അദൃശ്യനാണ്. ദെൻ വാട്ട് വിൽ യു ബി ഡൂയിങ്? പ്രിയങ്ക ചോപ്ര സംസാരിച്ചത് ഇതേ പറ്റിയിട്ടല്ല കേട്ടോ. പ്രിയങ്ക ചോപ്രയുടെ ഈ സ്പീച്ച് കേട്ടിട്ട് ഇതൊന്നും അല്ലല്ലോ പ്രിയങ്ക ചോപ്ര പറഞ്ഞതെന്നല്ല. ലൈക്ക് ഐ ജസ്റ്റ് ടുക്ക് ദാറ്റ് വേർഡ് ഡിസപ്പിയർ ഫോർ 1 year. അത് നമ്മുടെ ആശയം വ്യാഖ്യാനിക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വാട്ട് പ്രിയങ്ക ചോപ്ര സെഡ്. അപ്പോ നമ്മൾ ആരും കാണുന്നില്ല, നമ്മളെ ആരും കാണുന്നില്ല. അപ്പോ പിന്നെ നമുക്ക് ആരെയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ that's what actually living for yourself. First of all, pay attention. ശ്രദ്ധിക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്തു നോക്കാം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ലൈക്ക് കയ്യിൽ ചിലപ്പോൾ ഈ ഡിവൈസ് ഉണ്ടാവും, ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഒരു ചെയറിൽ ഇരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫൂട്ട് കറക്റ്റ് ആയിട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? കാല് നിലത്ത് ടച്ച് ചെയ്യുന്നുണ്ടോ? ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ടു കോൺസെൻട്രേറ്റ് ഓൺ ഇറ്റ്. നിങ്ങളുടെ ഫീറ്റ് തൊട്ടിട്ട്, കാലിന്റെ ആ ഒരു അടിഭാഗം തൊട്ടിട്ട് നമ്മുടെ ഹെഡ് വരെ എന്തൊക്കെയാണ് ഉള്ളത്, ലൈക്ക് എന്തൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കാല് സ്ട്രോങ് ആയിട്ട് നിലത്ത് അമരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിലത്തിന്റെ ലൈക്ക് ആ ഒരു ഫേംനെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെരുപ്പിന്റെ സോഫ്റ്റ്നെസ്സോ അല്ലെങ്കിൽ ഹാർഡ്നെസ്സോ ഫീൽ ചെയ്യുന്നുണ്ടോ? സോക്സ് ഉണ്ടെങ്കിൽ അത് ആ ഒരു അതിന്റെ ടെക്സ്ചർ ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കാലിന്റെ അടിയിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് എ സെക്കൻഡ്, ബ്രേക്ക് യുവർ തോട്ട്സ്, കം ബാക്ക്. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ? ഏത് ടോപ്പിക്കിന്നാ നമ്മൾ സ്വിച്ച് ചെയ്തേ? We were talking about disappearing for 1 year and then I was talking about paying attention.
ഒരൊറ്റ സെക്കൻഡില് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഫ്ലോയും ബ്രേക്കായി, നമ്മൾ തിരിച്ചു വരികയും ചെയ്തു, അല്ലേ? എന്തുണ്ടായേ? ഇറ്റ് ഈസ് സിമ്പിൾ. ഇത് ഒരു തവണ ശ്രദ്ധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ ക്ലിയർ ആവും. നമ്മൾ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ ഏത് ഡയറക്ഷനിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു 2 സെക്കൻഡ് നമ്മുടെ ചുറ്റുവട്ടത്തെ ഫീൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ എൻറ്റയർലി കംപ്ലീറ്റ്ലി എങ്ങോട്ട് സ്വിച്ച് ചെയ്തു? Our thoughts switch to what we are feeling, experiencing from our surroundings. Then when I said come back, നമ്മുടെ സ്ക്രീനിലേക്ക് തിരിച്ചു വന്നപ്പോൾ യുവർ അറ്റൻഷൻ സ്വിച്ച് ടു സ്ക്രീൻ. ഒരു സെക്കൻഡ് നിങ്ങൾ ആ സ്ക്രീനിൽ നിന്ന് കണ്ണും എല്ലാം മനസ്സും പോയിട്ടുണ്ടാവും. അപ്പോ സെക്കൻഡ് ബൈ സെക്കൻഡ്, നാനോ സെക്കൻഡ്സ് വെച്ചിട്ട് വി ഹാവ് ദ പവർ ടു സ്വിച്ച് അവർ അറ്റൻഷൻ ലെവൽ. അപ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്, അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? നമ്മുടെ കയ്യിൽ മാത്രമാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ബോറടിക്കും. സോ വാട്ട് ടു ഡു? എപ്പോഴും നമുക്ക് ഈ അറ്റൻഷൻ കീപ്പ് ചെയ്തിരിക്കാൻ പറ്റില്ല, അല്ലെ? നമ്മളിപ്പോ ഈ ഒരു ക്ലാസ്സിലായാലും ഇത്ര നേരം ശ്രദ്ധിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കുട്ടികൾക്കായാലും എപ്പോഴായാലും ടൈം ടേബിൾ ഒക്കെ 1 hourൽ സെറ്റ് ആണ്. അതിനൊരു സയന്റിഫിക് റീസൺ ഉണ്ട്. ലൈക്ക് ഇപ്പോ ആ സയന്റിഫിക് റീസൺ പ്രാബല്യത്തിൽ ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. എന്നാലും പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 മിനിറ്റ് ആണ് ഒരു മനുഷ്യന് അറ്റൻഷൻ സ്പാൻ തുടർച്ചയായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പൊ തുടങ്ങുമ്പോൾ നമുക്ക് അത്ര വലിയ കോൺസെൻട്രേഷൻ കിട്ടില്ല, പക്ഷെ ഒരു വർക്ക് ചെയ്ത് 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 നമ്മൾ അതിൽ എൻറ്റയർലി ഫോക്കസ്ഡ് ആയി വരുന്നു. പക്ഷെ ഒരു 90 മിനിറ്റിനോട് അടുക്കും തോറും ഈ ഫോക്കസ് കുറഞ്ഞ് എവിടെയാണോ തുടങ്ങിയ അതിലോട്ട് താഴ്ന്നെത്തും നമ്മൾ. പിന്നീട് ഒരു റീബൂസ്റ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും എപ്പോഴും ചെറിയൊരു ബ്രേക്ക് ഇടയിൽ എടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന് അലേർട്ട്നെസ് ഒരു ടെക്നിക്കാണ്. ഡേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് ഇടയ്ക്ക് ഡെസ്കിലൊക്കെ തട്ടി നമ്മളെ ഉണർത്തിയെടുക്കും, അല്ലേ? അതെന്തിനാ? ചിലപ്പോൾ ടീച്ചേഴ്സ് തട്ടുമ്പോഴായിരിക്കും ഉറക്കത്തിന്റെ വക്കിലെത്തി നമ്മൾ കണ്ണും തുറഞ്ഞ് ഞെട്ടിച്ചാടി എഴുന്നേക്കുന്നത്. അപ്പോൾ അലേർട്ട്നെസ്, അങ്ങനത്തെ അലാംസ്, അതൊക്കെ നമ്മുടെ മൈൻഡിനെ ഉണർത്തും. ഓക്കെ, അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കുമ്പോ എങ്ങനെ നമ്മളെ സ്വയം ഞെട്ടിക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ അതിന് ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. ഇപ്പൊ കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊമഡോറോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. പൊമഡോറോ അതൊരു ചൈനീസ് ടെക്നിക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോന്റെ ഷേപ്പിലുള്ള ഒരു ക്ലോക്ക് ആണ്. അപ്പൊ അതില് ഒരു 25 മിനിറ്റ്സ് ടൈമിംഗ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുക. ഒരു 25 മിനിറ്റ് ടൈമിംഗ് നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ആ 25 മിനിറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇപ്പോ ഒന്നും ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാനിരിക്കുകയാണ്. യെസ്, ഐ എം വർക്കിംഗ്, ഐ എം സ്റ്റിൽ വർക്കിംഗ്. 25 മിനിറ്റ് ഞാൻ കൃത്യമായിട്ട് ഓരോന്ന് ആലോചന വരുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, അന്നേരം ആലോചിക്കാം. ഇങ്ങനെ ചിന്തിച്ച് വി വിൽ ബി വർക്കിംഗ് കണ്ടിന്യൂസ്ലി സ്റ്റിൽ ദിസ് 25 മിനിറ്റ്സ്. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. ആ ബ്രേക്ക് ടൈമിൽ പ്ലീസ് കീപ് ഷുവർ ദാറ്റ് നമ്മൾ അവിടെ ഫോൺ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം ഇവിടെ ഈ ബ്രേക്ക് വേണ്ടത്, ഇത് മറ്റൊരു ടോപ്പിക് ആയിട്ട് അല്ല, ഒരു ഹെഡിങ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ആ ബ്രേക്ക് വേണ്ടത് നമ്മുടെ ബ്രെയിനിനാണ്. ഓക്കെ, നമ്മൾ ഫിസിക്കലി അല്ല നമ്മൾ കൂടുതൽ അധ്വാനം വരുന്നത്, നമ്മുടെ ബ്രെയിൻ കൊണ്ടുള്ള ഒരു അധ്വാനമാണ് വരുന്നത്. അപ്പൊ അന്നേരം ഈ ബ്രെയിനിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ വരുന്നത് പുതിയ പുതിയ ഇൻഫോർമേഷൻസ് ആണ്. പുതിയ ഇൻഫോർമേഷൻസ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണെന്നറിയാവോ? ലൈക്ക് ഈ ബ്രെയിനിന്റെ നെർവ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു നെർവുകളാണ് തലച്ചോറിലിരിക്കുന്നത്. കുഞ്ഞു വളരെ ആ നെർവുകള് ഓരോന്നും അതിന്റെ അറ്റത്ത് നമ്മുടെ കൈയിന്റെ ഷേപ്പില്, ഹാൻഡ് ഷേപ്പിലാണ് അതിരിക്കുക. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. നമ്മുടെ കൈയിന്റെ ഷേപ്പിലാണ് അതിന്റെ ഈ ബ്രെയിനിന്റെ അറ്റം ഇരിക്കുക. ബ്രെയിനിന്റെ ആ ഞരമ്പുകളുടെ സിനാപ്സസ് എന്നാണ് അതിനെ പറയുക. അപ്പൊ ഇത് ഒരു സിനാപ്സ്, ഇത് അടുത്ത സിനാപ്സ്. അപ്പൊ 2 സിനാപ്സസ് അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇൻഫോർമേഷൻ പുതിയതായിട്ട് നമ്മൾ കാണുമ്പോൾ എന്താ സംഭവിക്കുക?
യെസ് സോറി യെസ്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ നെർവ് എൻഡിങ്സ്, ആ നെർവ് എൻഡിങ്സിനെ സിനാപ്സസ് എന്നാണ് വിളിക്കുക. അതായത് ഒരു ബ്രെയിൻ വയർ, ഇതൊരു ബ്രെയിൻ വയർ ആണെങ്കിൽ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ സിനാപ്സസ് ഉണ്ട്. അടുത്ത ഒരെണ്ണം ഇതുമായിട്ട് ടച്ച് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. പുതിയൊരു ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു പാത്വേ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മുടെ അടുത്ത ആ ടോപ്പിക്കിൽ കണ്ടിട്ടുണ്ടാവും റെപ്പിറ്റേഷൻ. നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഒരു കാര്യം പുതിയതായിട്ട് കേട്ടു, ഇപ്പൊ ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ബ്രെയിൻ റോട്ട്, അത് ഒരു വട്ടം കേട്ടപ്പോൾ ഇതിവിടെ ഉണ്ട്. അത് ചിലപ്പോൾ ഇപ്പൊ കുറച്ചു പേര് മറന്നു പോയിട്ടുണ്ടാവും, മേ ബി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. ഇപ്പൊ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചപ്പോൾ, കുറച്ച് സമയത്തിന് ശേഷം അത് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചപ്പോൾ ദിസ് കണക്ഷൻ ബിറ്റ്വീൻ ബിക്കം സ്ട്രോങ്, അത് ഇത്രയും കൂടെ സ്ട്രോങ് ആവും. ഓക്കെ, ഇനി ഇതിവിടെ എന്ത് പ്രോസസ്സ് നടക്കാനും എന്ത് വേണം? എനർജി വേണം. നമ്മുടെ ലിപ്പിഡ് ഫാറ്റ്സ് ഒക്കെ ബേൺ ചെയ്ത് പ്രോട്ടീൻസും അതെല്ലാം കൂടെ കലങ്ങി മറിഞ്ഞ് നമ്മുടെ ഫുൾ എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ വക പരിപാടി ഇവിടെ നടക്കുന്നത്, ഈ ബോണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ചെയ്യേണ്ടത് യെസ്, അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടുതൽ സ്ട്രോങ് ആയി ആൻഡ് ദ ബോണ്ട് ബിക്കം സ്ട്രോങ്. ഇനി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലോ? നിങ്ങൾ ഒരു കാര്യം കേട്ടു, ഈ ബോണ്ട് ക്രിയേറ്റഡ് ആയി, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ബോണ്ട് വീക്ക് ആവും, വിടില്ല, ഈ പാത്ത് വിടില്ല, ഇതവിടെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പാത്ത് വഴിയാണ് നമ്മുടെ ഓർമ്മ പോവുക. ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ സിനാപ്സും വഴിയാണ് നമ്മുടെ ഈ ഓർമ്മിച്ചെടുക്കുന്ന മെമ്മറി നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എല്ലാവരും നമ്മൾ പറയല്ലേ, ഉറക്കത്തിൽ ചോദിച്ചാലും ഇത് പറയണം. ലൈക്ക് ഉറക്കത്തിൽ ചോദിച്ചാലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡും എല്ലാം ഡിഫോൾട്ട് മോഡിലാണ്. അപ്പൊ അവിടെ നിന്ന് ആ ഒരു സബ് കോൺഷ്യസിൽ നമുക്ക് ഈ പഴയ കാര്യം ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സിനാപ്സസ് അത്രയും സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരിക്കണം. അപ്പൊ ഇതിൽ അത്രയും സ്ട്രോങ് കണക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ചു കാലം കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആ ഒരു ഇതില് നമ്മൾ വീണ്ടും അതിനെപ്പറ്റി ഫോക്കസ് ചെയ്ത് അറിഞ്ഞു പഠിക്കണം. അതിന് കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യണം. നമ്മുടെ ബ്രെയിനിനെ ഹെക്റ്റിക് ആയിട്ട് പണിയെടുപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു കാര്യം നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പഠിക്കണം എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയത്തിൽ, ഞാൻ പറഞ്ഞു തിരക്കല്ല, അതെല്ലാം പ്രയോറിറ്റീസ് ആണ്. ആ പ്രയോറിറ്റി നമ്മുടെ ഈ ബ്രെയിൻ ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ആ പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ആൻഡ് കണ്ടിന്യൂഷനിൽ ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ദിവസം 1 മണിക്കൂറിന്റെ ക്ലാസ് ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ജസ്റ്റ് അതിന്റെ ഒരു റഫ് നോട്ട് കീപ്പ് ചെയ്യുക. അപ്പൊ അത് ഒന്നും കൂടി ഓർത്തു, നമ്മുടെ സിനാപ്സ് ഇവിടുന്ന് പിടിവിട്ട് പോയില്ല, അതൊന്നുകൂടെ സ്ട്രോങ് ആയി. ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ 6 സബ്ജക്ട് പഠിപ്പിച്ചു. ഈ 6 സബ്ജക്റ്റും ഏതൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ടൊന്ന് സ്കിം ചെയ്ത് പോയാൽ മതി. അന്നേരം ഈ ബോണ്ടുകൾ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മെമ്മറി കീപ്പ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങൾ, അവര് സ്കൂളിൽ ഏത് ചാപ്റ്ററാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഹോംവർക്ക് ഉണ്ടോ ഇല്ലയോ, അത് അടക്കം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി നടക്കേണ്ട ആൾക്കാരാണ് അല്ലെ. അപ്പൊ അന്നേരം നമുക്ക് ബ്രെയിനിൽ ഓവർലോഡ് വരാതിരിക്കാനും ഹെക്ടിക് ആവാതിരിക്കാനും ഉള്ള ഒരു കുഞ്ഞു ടെക്നിക്കാണ് പ്രാക്ടീസിങ് ആൻഡ് റിവൈസിങ്. ഓക്കെ, സോ ബാക്ക് അഗെയിൻ ടു ദ PPT. യെസ്, സോ അലേർട്ട്നെസ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സെൽസ് വീണ്ടും ആക്റ്റീവ് ആവും. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു തുടക്കത്തിലത്തെ എനർജിയോട് കൂടിയിട്ട് നമുക്കിത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് സ്പേസിംഗ് ടെക്നിക് ഇതാണ്, 2 ദിവസം ഇടവിട്ട് 4 ദിവസം ഇടവിട്ടിട്ടൊക്കെ എടുക്കുന്ന റിവിഷൻസ്. ഓക്കെ, then as KitKat said, breaks are good. Have a KitKat, take a break. KitKat കഴിച്ചില്ലെങ്കിലും ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എന്തിനാണ്? ബ്രേക്ക് എടുക്കുന്നത് എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്രെയിൻ ഈ സിനാപ്സസ് ആണ് ഇങ്ങനെ കണക്ട് ചെയ്യും, അങ്ങനെയാണ് ഇതിന്റെ സയന്റിഫിക് ഫങ്ഷനിങ് എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്തിനാണ്? പുതിയ കേട്ടൊരു കാര്യം, ദാറ്റ് ന്യൂലി എൻകോഡഡ് ഇൻഫർമേഷൻ ഈസ് ഇൻ വെരി സ്റ്റേബിൾ. അത് അത്രയ്ക്ക് സ്ട്രോങ് അല്ല, അത് പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മുടെ ഏറ്റവും ഷോർട്ട് ടേം മെമ്മറിയിലാണ് അതിരിക്കുക. അതിനെ ലോങ് ടേമിലേക്ക് കടത്തണം എന്നുണ്ടെങ്കിൽ, കുറച്ചു നേരത്തിനെങ്കിലും ഓർമ്മ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കണം.
ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വരിക. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ പോകരുത്. കാരണം പുതിയ പുതിയ ഇൻഫർമേഷൻ കാണുമ്പോൾ ബ്രെയിൻ അത്രയും പണിയെടുത്തോണ്ടിരിക്കുക, പുതിയ സിനാപ്സസ് ഒക്കെ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, തലയിൽ അത്രയും ബോണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ റീല് കാണുമ്പോഴും ഓരോ ന്യൂസ് വായിക്കുമ്പോഴും. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളതേ നമ്മൾ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബ്രേക്സ് ഹെൽപ്പ് ദ റെക്കോർഡിംഗ് പ്രോസസ് ഇൻ ബ്രെയിൻ. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതുവരെ കണ്ട മനുഷ്യരെ പറ്റിയും ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ്, ഈ ഒരു സൂം സെഷനിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ? നമുക്ക് പെട്ടെന്ന് അയ്യോ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യണതിന്റെ തൊട്ട് മുന്നേ ചെയ്ത കാര്യം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കും. പക്ഷെ ഇത്രയും നേരം റെസ്റ്റ് എടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളോട് ഇന്നത്തെ ദിവസം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറയും, ആ ഞാൻ ഇത് ചെയ്തതിന് ശേഷം അത് ചെയ്തു ഇങ്ങനെ, എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ കയറി ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ അത് ആ സ്പോണ്ടേനിയസ്ലി റിഫ്ലക്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്. പക്ഷെ ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻഫോർമേഷൻ അവിടെ റെക്കോർഡഡ് ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി റിമെമ്പർ ഇറ്റ്, മെമ്മറൈസ് ഇറ്റ്. ഓക്കെ, സോ റിമെമ്പർ ദ ബ്രേക്ക് ഈസ് ഫോർ യുവർ ബ്രെയിൻ. എപ്പോഴും റെസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബ്രെയിനിനാണ് റെസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, सो गलती से मिस्टेक हो गया भाई, आप क्या करोगे? മിസ്റ്റേക്കൺലി ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഡോൺ വറി. മിസ്റ്റേക്സ് സംഭവിച്ചാലും ആങ്ഷ്യസ് ആവേണ്ട ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ബാച്ചില് ഒരു നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ എന്റെ സ്റ്റാറ്റിക് ക്ലാസ്സിൽ ഞാൻ മിക്കവാറും ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കും. മിക്കവാറും ദിവസം എന്നല്ല, മിനിറ്റിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പം ലെഫ്റ്റ് ആവും. പിറ്റേ ദിവസം അതെ, പിറ്റത്തെ ആഴ്ചയിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണല്ലോ ഒരു അവർ ഉണ്ടാവുള്ളൂ. പിറ്റത്തെ ആഴ്ചയിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ലെഫ്റ്റ് ആവും. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും വിളിക്കുന്നില്ല, കഷ്ടപ്പെട്ട് നിങ്ങൾ ഇത്രയും വർക്കിന്റെ ഇടയിലൊക്കെ ക്ലാസ്സിൽ വരുന്നതല്ലേ, പിന്നെ ഞാൻ പേര് വിളിക്കുന്നു ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ട് ലെഫ്റ്റ് ആവരുത്, ഞാൻ ഇനി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ആരെയും പേടിപ്പിക്കാനോ ഒന്നുമല്ല. ഇപ്പോ നിങ്ങളൊരു കാര്യം ഇപ്പൊ കേട്ടേ ഉള്ളൂ, അതിപ്പോ പഠിക്കണേ ഉള്ളൂ. ഒബ്വിയസ്ലി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായിട്ട് പറയാൻ 10-20% സാധ്യതയുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അത് വെറുതെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നിനും അല്ല. ഒരു തവണ ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ, ഈ പൂച്ച ഒരു വട്ടം ചൂടുവെള്ളത്തിൽ ചാടിയോ പിന്നെ പച്ചവെള്ളം കണ്ടാലും ചാടില്ല എന്നുള്ളൊരു പഴമൊഴി ഉണ്ട് നമ്മുടെ നാട്ടില്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര അലേർട്ട് ആവും നമ്മള്. ഓക്കെ, നമ്മുടെ അറ്റൻഷൻ സിസ്റ്റം ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കും. കുറച്ചൊക്കെ തോൽവികൾ അംഗീകരിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ അതെന്താ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷിച്ചു നോക്കണം, ക്വസ് ചെയ്ത് നോക്കണം സെൽഫായിട്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറ്റുണ്ടോ കിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് സ്വയം ചോദ്യം ചോദിച്ചു നോക്കണം. അപ്പോൾ ഈ മിസ്റ്റേക്സ് പറ്റുമ്പോൾ ചെറിയൊരു പേടി വരും. അത് ഒത്തിരി വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുഞ്ഞു പേടി വരുമ്പോൾ നമ്മുടെ ആ ഒരു ന്യൂറോ മോഡുലേറ്റേഴ്സ് ആക്റ്റീവ് ആവുന്ന പറയാ. അപ്പോ അത് നമ്മുടെ ഈ ഫോക്കസിങ് സിസ്റ്റത്തെ നമുക്ക് ഷാർപ്പാക്കി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ എവിടെങ്കിലും ആ ഒരു ചോദ്യം കണ്ടാലും ഒരു 100 വട്ടം വായിച്ചു പഠിച്ചതിനേക്ക് ഗുണമാണ് ഒരു വട്ടം തെറ്റിച്ച ചോദ്യം, ഉത്തരം കണ്ടുപിടിച്ച ചോദ്യം പിന്നീട് കാണുമ്പോൾ ഉത്തരം പറയാൻ. ഒത്തിരി ആലോചിക്കേണ്ടതൊന്നും വരില്ല, വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും. അപ്പോ പെർഫെക്ഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാനോ മോക്ക് ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനോ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാനോ യാതൊരു വിമുഖതയും കാണിക്കരുത്. ചെയ്തു നോക്കണം, തെറ്റുകയാണെങ്കിൽ തെറ്റട്ടെ, ആ തെറ്റിനെ നമ്മൾ അംഗീകരിക്കണം. ആ തെറ്റുകളിലൂടെയാണ് നമുക്ക് പഠിച്ചെടുക്കുമ്പം നമുക്ക് കൂടുതൽ ഷാർപ്പറായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കാൻ ഒരു കാരണവശാലും പേടിക്കരുത്. ഓക്കെ, മിസ്റ്റേക്സ് ഹെൽപ്പ് യു ടു ബി ബെറ്റർ. ഇനി അടുത്തയിലോട്ട് പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ സമയം ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. യെസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ നമുക്ക് കുറെ പേർക്ക് കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിനെ പറ്റിയിട്ട് സ്ട്രെസ് ഉണ്ടാവാം. ചിലപ്പോൾ വർക്കിന്റെ ഭാഗത്തുനിന്നായാലും സ്ട്രെസ് ഉണ്ടാവാം. സ്ട്രെസ് നമുക്ക് നല്ലതല്ല. സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം അങ്ങനെയെന്നൊക്കെ പറയും. സ്ട്രെസ്സിനെ ഒഴിവാക്കുക, സ്ട്രെസ്സിനെ കുറയ്ക്കുക, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിനേക്കാൾ ഭീകരമായിട്ടുള്ളത് സ്ട്രെസ് കഷ്ടമാണ്, സ്ട്രെസ് നല്ലതല്ല എന്നുള്ള ചിന്തയാണ്. അമേരിക്കയില് സ്ട്രെസ്സിനേക്കാൾ കൂടുതലായിട്ട് അയ്യോ സ്ട്രെസ് വന്ന് എന്ത് ചെയ്യും എന്നുള്ള പേടി, ആ ഒരു വിശ്വാസം, അങ്ങനത്തെ ഒരു തരം ചിന്തയാണ് ലീഡിങ് കോസ് ഓഫ് ഡെത്ത്, 15th ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം? ഇപ്പോ നമുക്ക് എന്താ പറയാ, കുറെ കാര്യങ്ങൾ ദൈവമേ, മാർച്ച് ആകുമ്പോഴത്തേനും ആ പരീക്ഷ ഈ പരീക്ഷ എല്ലാം കൂടെ വരുന്നുണ്ട്, സ്ട്രെസ് ആവൂ, എനിക്ക് ആ കൂടെ ബുദ്ധിമുട്ടാവൂ, ഈ പേടിയാണ് പ്രശ്നം.
So what to do? Dear Singadagi, love your life. That is, it is a lotus method. അതായത് ഒരു താമര എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോട്ടസ്, അത് ഭയങ്കര ചെളി വേണം അല്ലേ, പാടത്തെയും ഒക്കെ ചെളിയിലാണ് നമുക്ക് ആ ഒരു കളിമണ്ണ് പോലത്തെ ഒരു മണ്ണിലാണ് താമര വിരിയുക. അപ്പൊ താമരയ്ക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ഭയങ്കര കണിശമാണ് എന്നറിയാം. അതിന്റെ ഉള്ളിലിരിക്കേണ്ട അത്രയും പ്യുവർ ആയിട്ടുള്ള കണ്ടീഷനാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇരിക്കുന്ന നമ്മുടെ മനസ്സൊയ്യോ നമ്മൾ ഭയങ്കര പാവമാണ്, അത്ര ഒരു വളരെ ശാന്തനായിട്ടുള്ള ഒരു പാവം കുട്ടിയാണ് ഞാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയും പരീക്ഷയ്ക്ക് വരുമ്പോ അയ്യോ പാവ എനിക്ക് പിടിച്ചേക്കാൻ പറ്റുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് കണ്ടീഷൻ, എന്താണ് കാര്യം? ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന് ഹ്യൂമൻ നേച്ചറാണ്. ഇപ്പോ ഒരു ഹാർഡ് ചെയറും ഒരു സോഫ്റ്റ് ചെയറും ഉണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ചെയർ പ്രിഫർ ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. എന്താണോ ഈസി ആയിട്ടുള്ളത്, നമ്മളെ കംഫർട്ട് ചെയ്യേണ്ടത് എന്താണോ അത് ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് അല്ലെ. അപ്പോ ഈ സമയം ഇപ്പൊ ഒരു വലിയ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസൈൻമെന്റ് എഴുതാനുണ്ട്, 2 ഇൻസ്റ്റാഗ്രാം റീല് കാണാം, ഇത്തിരി ആശ്വാസം കിട്ടും. ഓ ടെൻഷൻ അത്രയും കുറവുണ്ട്, അത്രയും നേരം ഞാൻ വേറെ ഒന്നും ആലോചിക്കണില്ലല്ലോ, കുറച്ചു നേരം ഗെയിം കളിക്കാം, ഓക്കെ അതിൽ ഞാൻ ജയിച്ചു, വാവ്. മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഇത്രയും മാർഗങ്ങൾ ഉള്ളപ്പോ അസൈൻമെന്റ് എഴുതി ഞാൻ ബുദ്ധിമുട്ടണോ? അതെന്തായാലും ടെൻഷൻ അടിക്കണം, എന്നാ പിന്നെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ടെൻഷൻ അടിച്ചാൽ പോരെ. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. അത് ഹ്യൂമൻ നേച്ചറാണ്, സ്വാഭാവികം. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്യാൻ, ഓ ഞാൻ ഒട്ടും ശരിയല്ല, അതിനെ ഈ ഒരു റെസിസ്റ്റൻസിനെ, വർക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ ഞാൻ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അവയർനെസ് ആദ്യം വേണ്ടത്. നമ്മളിങ്ങനെ അത് മോശമാണ്, ഇങ്ങനെ വർക്ക് തള്ളിക്കളയുന്നത് മോശമാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. മനുഷ്യന് എന്താ പറയാ, വളരെ നേച്ചുറൽ ആയിട്ടുള്ള ടെൻഡൻസിയാണ് ഈസി ആയിട്ടുള്ളതും കംഫർട്ടിംഗ് ആയിട്ടുള്ളതും ചൂസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ പുതിയൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് പുതിയതാണ്, പരിചയമുള്ള വിഷയം ഇപ്പുറത്തുണ്ടെങ്കിൽ പിന്നെ അത് പഠിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ആദ്യം നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് നമ്മുടെ രീതി, ഈ ഫ്ലോ എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഫ്ലോയില് നമുക്ക് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പറ്റട്ടെ, ഒരു വട്ടം തോൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് തോൽക്കട്ടെ, അതിനുള്ള ധൈര്യം എടുക്കാനുള്ള ഒരു ശ്രമം. മെയിൻ പരീക്ഷയ്ക്കല്ല കേട്ടാ, നമ്മൾ അതിന്റെ മുന്നേ മെയിൻ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ജയിക്കാനുള്ള ടെക്നിക്കാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താ പറയാ, ഇപ്പോ ഒരു 2 ചോദ്യം ഒന്ന് എടുത്തങ്ങോട്ട് ചെയ്തു നോക്കന്നെ, പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോ പേടിക്കേണ്ട കാര്യമില്ല, ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുന്നിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ കറണ്ടിലെ കേബിൾ പോയി കഴിഞ്ഞാൽ ടിവിയിൽ ഒരു കരകര സ്ക്രീൻ വരും അല്ലേ, ഇങ്ങനെ ഭയങ്കര ഒരു ജർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പോലത്തെ ഒരു സ്ക്രീൻ കാണില്ലേ, കേബിൾ ഇല്ലെങ്കിൽ കണക്ഷൻ ഇല്ലെങ്കിലൊക്കെ. ഇപ്പൊ നെറ്റ് ഇല്ലെങ്കിൽ അത് ലോഡ് ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ്? യൂണിവേഴ്സിൽ എല്ലായിടത്തും ഒരു എനർജി ഉണ്ട്. ഓക്കെ, ഈ എനർജി എല്ലാ മനുഷ്യന്മാരുടെയും കണക്റ്റഡ് ആണ്. നമ്മുടെ മുന്നിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് ഇതുവരെ നമുക്ക് ചെയ്ത് പരിചയമില്ലാന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ മുന്നിൽ അത് വന്നിരിക്കുന്നത്. അല്ലാതെ ഒന്നുകൊണ്ടും അല്ല, നമുക്കത് ചെയ്ത് പരിചയമില്ലാന്നേ ഉള്ളൂ. പക്ഷെ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ അതിന് ക്യാപ്പബിൾ ആണ്, അതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ജീവിതത്തിൽ പലർക്കും പല രീതിയിലുള്ള കഷ്ടപ്പാടാണ്. ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോ അവരായതുകൊണ്ട് അത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പോകുന്നു. അപ്പൊ അവര് ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അവരായതുകൊണ്ട് അവരെതെങ്ങനെയൊക്കെയോ കൊണ്ട് നടക്കുന്നു. ഇങ്ങനെ നമ്മൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നുണ്ടാവും. എന്തും ഓരോരുത്തർക്കും ക്യാപ്പബിൾ ആയിട്ടുള്ളതാണ് ലൈഫിൽ അവരുടെ മുന്നിൽ നേരിടുന്ന എല്ലാം. ഓക്കെ, അപ്പൊ ആ പേടി മാറ്റി നിർത്തി അതിനെ അങ്ങോട്ട്, ആ മിസ്റ്റേക്സ് എടുത്ത് ചെയ്ത്, മിസ്റ്റേക്സ് വന്നാൽ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ കംഫർട്ട് സോൺ ആയിട്ട് മാറും. ഓക്കെ, ഏത് ഡിഫിക്കൽട്ട് സബ്ജക്റ്റും നമ്മുടെ കംഫർട്ട് സോൺ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്താ? കംഫർട്ട് സോണിലിരിക്കാൻ. അപ്പൊ സബ്ജക്റ്റിലായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങളും ചിന്തകളും. ഇപ്പൊ വർക്കിലാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും. ദാറ്റ് ഇസ് കൾട്ടിവേറ്റിംഗ് സ്റ്റിൽനെസ്. ശാന്തരായിട്ടിരിക്കുക, സമാധാനത്തോടിരിക്കുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി. സ്ലീപ്പ് ഈസ് യുവർ സൂപ്പർ പവർ. ഉറങ്ങുക, അതായത് വേണ്ടുവോളം ഒരു 7 മണിക്കൂറോളം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു കിറ്റ്കാറ്റ് ബ്രേക്ക് എടുക്കാൻ. കിറ്റ്കാറ്റ് കഴിച്ച ഷുഗർ വരുത്തരുത്, ബ്രേക്ക് മാത്രം എടുക്കുക, കിറ്റ്കാറ്റ് ആവശ്യമെങ്കിൽ മാത്രം സ്വീകരിക്കുക. അപ്പോ കുഞ്ഞു ബ്രേക്ക് എടുക്കുമ്പോൾ അത്രയും നേരത്തെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിൽ റെക്കോർഡ് ആവും എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തെയും എല്ലാം നമ്മുടെ ലോങ് ടേം മെമ്മറിക്കുള്ള റെക്കോർഡിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് ഒരേ സമയം ഉറങ്ങി എഴുന്നേക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. എത്ര തിരക്കുണ്ടെങ്കിലും
തിരക്ക് എന്നുള്ളത് ഇനി നമുക്കില്ല. ഞാൻ പറഞ്ഞു അതെല്ലാം പ്രയോറിറ്റീസ് ആണ്. അപ്പൊ ഉറക്കവും നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് അതിന്റെ കൃത്യസമയത്ത് ചെയ്യാൻ ശ്രമിക്കണം. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, മെറ്റബോളിസം, ഈ പറഞ്ഞ പോലെ കുറെ ഗുണങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇതേപോലെ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ നിലനിർത്താനാണ് അത് ഏറ്റവും കൂടുതൽ സഹായിക്കുക. ലൈക്ക് നമ്മൾ ഭയങ്കര വിഷമിച്ച് ഒരു ദിവസം ചിലപ്പോൾ കരഞ്ഞ് അങ്ങനെയൊക്കെ ഉറങ്ങിപ്പോകും. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത്യാവശ്യം ഓക്കെ ആയിട്ട് പിന്നെ വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ചില ദിവസം. അപ്പൊ ആ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണും ഒക്കെ ക്ലിയർ അപ്പ് ആവും. അപ്പൊ ഉറക്കം വലിയ പവർഫുൾ ആയിട്ടുള്ള നമ്മളെ തിരിച്ച് നമ്മുടെ പാത്തിൽ കൃത്യമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഉറക്കം. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഡേവിഡ് തോറോ പണ്ട് 1854 പുള്ളിയുടെ ഒരു പുസ്തകമാണ് വാൾഡൻ എന്ന് പറഞ്ഞ പുസ്തകം. ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ, 5 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ എന്താ പറയാ, അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നോക്കിക്കേ. While England endeavors to cure the potato rot, while not any endeavor to cure the brain rot, which prevails so much more widely and frequently. പൊട്ടേറ്റോ റോട്ട് തടയാൻ, പൊട്ടാറ്റോ കൃഷി നന്നാക്കാൻ, ഉരുളക്കിഴങ്ങ് കൃഷി നന്നാക്കാൻ വേണ്ടിയിട്ട് പുതിയ മരുന്നുകൾ കൊണ്ടുവരുന്നു, മെച്ചപ്പെടുത്തുന്നു, കൃഷി നന്നാക്കുന്നു. സ്വന്തം തലച്ചോറിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിനെ ഇന്റലക്ച്വലി ഷാർപ്പാക്കി നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനുള്ള എന്തെങ്കിലും ശ്രമം തുടരുന്നുണ്ടോ? ഇത് അദ്ദേഹം 854 നിങ്ങൾ ആലോചിക്കണം. അപ്പോ ഈ പറഞ്ഞ ബ്രെയിൻ റോട്ട് ഒന്നും ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായതല്ല, മനുഷ്യനുള്ള കാലം തൊട്ടിട്ടേ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണിത്. അപ്പോ ഇത് നമ്മള് കാര്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കോർഡിനേറ്റർ റസീന എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സ് ഇന്ന് വേണ്ട എന്നുള്ളത്. പക്ഷേ നമ്മുടെ എന്താ പറയാ, ധനതത്വശാസ്ത്ര തറവാട്ടിൽ നിന്നും വരുന്നത് കൊണ്ട് ഒരു വാക്കും കൂടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉണ്ട്, രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി. ഈ മൊത്തം നമ്മൾ വാങ്ങുന്ന സാലറിക്ക് അനുസരിച്ചെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കൺസംഷൻ അനുസരിച്ച് അത് വർത്താണോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. ഈ അടുത്തിടെ ഞാൻ ഒരു പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് വെറുതെ ജേർണൽ ചെയ്യുന്ന ഒരു പുസ്തകം, ഡയറി പോലത്തെ. അപ്പൊ അതിന് 350 രൂപയാണ് വില. ആ സമയം അമ്മ എന്നോട് ചോദിച്ചതാണ്, 40 രൂപയുടെ നോട്ട്ബുക്ക് വാങ്ങി എഴുതിയ പോരെ, 350 രൂപയുടെ പുസ്തകത്തിൽ എഴുതാൻ മാത്രം ഉണ്ടോ പ്ലാനുകൾ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. കാര്യമാണ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയില്ല. നമ്മൾ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ലോകരാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന, ഇവരൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയൊക്കെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ബേസിക്കലി എല്ലാം നമ്മൾ മനുഷ്യരുടെ ആ ഒരു പ്രയത്നത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭാവി തലമുറയ്ക്കാണ്. നമ്മുടെ റിസോഴ്സസ് എല്ലാം സ്കാഴ്സ് ആണല്ലേ. ഇന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയും ലൈക്ക് അതെല്ലാം ഒന്നും അൺലിമിറ്റഡ് അല്ല, എല്ലാം ചുരുക്കേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങുന്നു, ചെയ്യുന്നു, കുട്ടികൾക്ക് എന്തും ഇഷ്ടമുള്ളത് കൊടുക്കുന്നു. പക്ഷെ എപ്പോഴും ആലോചിക്കുക, അതിന് വർത്ത് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ അതിന്ന് ജനറേറ്റ് ചെയ്തെടുക്കണം എപ്പോഴും. അപ്പോ അതില്ലാന്നുണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്കാണ് ആ റിസോഴ്സസ് സ്കാഴ്സ് ആയി പോവുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ 2 ദിവസമായിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ ബ്രെയിൻ റോട്ട് വന്നിട്ട്. അപ്പൊ ആ വാക്ക് കണ്ടപ്പോ എന്നാ പിന്നെ ഇന്ന് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരമെങ്കിൽ അതിലാവട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തത് വർത്താണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്രയും നേരം ഇവിടെ നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി, ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ആൻഡ് ഒത്തിരി സന്തോഷം ഇത്രയും പേരോട് ഒരുമിച്ച് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞതിലും ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു ഫാമിലിയിൽ ഭാഗമാവാൻ സാധിച്ചതിലും ഒക്കെ. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വെരി ഗുഡ്. വളരെ ഉപകാരമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഹാപ്പി ടു ഹിയർ. മേഡം നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതുവരെ കേട്ടതിന് വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. നോർമൽ ആയതുപോലെ ഉണ്ട്. അതെ, നമ്മള് കൊറേയൊക്കെ ഈ ഫങ്ഷനിങ്ങും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പണ്ട് ഈ പറഞ്ഞ പോലെ എന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ അന്വേഷിച്ചു പോയതാണ് ഇതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യണമെന്നുള്ളത്. എന്റെ വിഷയം ഭയങ്കര ഹ്യൂമാനിറ്റീസും അങ്ങനെയൊക്കെയാണ്, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും വന്നിട്ടല്ല. അപ്പൊ അതിന്റെ ഇടയിൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ന്യൂറോണിന്റെ പേരൊന്നും പറയാനൊന്നും ശ്രമിച്ചില്ല, അതൊക്കെ അങ്ങനെ വിട്ടു. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് സ്വയം അറിയാൻ പറ്റുക, അതുപോലെ ജീവിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എല്ലാം ഭയങ്കര സിമ്പിൾ ആവും അല്ലേ? Ma'am, we Oh, are expecting more classes from you like this. Oh, great.
Thank It you. was This too really good. made me It was really, really insightful, ma'am. Thank you so much. Thank you very much. Thank you. Rasina, hello. യെസ് ഹൃദ്യ താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഇത് Thank you. പറയണമെന്നുണ്ടായിരുന്നു. ഉം. എൻഡ് ചെയ്യാടാ, നമുക്കിത് എൻഡ് ചെയ്യാം. Okay. So once again, thank you very much and thank you Rosina. റസീനയാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്താ പറയാ എപ്പോഴും ഈ പറയുന്ന ഞാനും എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സ്ട്രെസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആളൊന്നുമല്ല. ഈ അടുത്തിടെ ചെറിയൊരു ടെൻഷനൊക്കെ ആയിട്ട് ദേ റസീനയൊക്കെയാണ് സമാധാനിപ്പിച്ചത്. എപ്പോഴും ലിസണർ നീഡ്സ് എ ലിസണർ ടു എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തി ഇരുത്തും. അപ്പൊ വീണ്ടും എനിക്ക് ഇവിടെ വന്ന് ഇതേപോലെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയതിലും ഈ പറഞ്ഞ പോലെ റസീനയ്ക്ക് വലിയൊരു പങ്കും ഒക്കെ ഉണ്ട്. അപ്പോൾ റസീനയോടും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ആൻഡ് താങ്ക് യു ലീവ് ടു സ്മൈൽ ടീം ഓൾസോ. ഇത് നല്ലൊരു ഫാമിലിയാണ്. ദാറ്റ് ഇസ് ഞാനിവിടെ ഇപ്പോൾ ഒരു വർഷമായിട്ടേ ഉള്ളൂ ലീവ് ടു സ്മൈലിന്റെ കൂടെ. ബട്ട് സ്റ്റിൽ നമ്മൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ എല്ലാ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടെ നിൽക്കും. നമുക്ക് ഈ ഒരു ഫാമിലിയിൽ റിയലി ബിലോങ്ങിങ് ആയിട്ട് തോന്നും. ഓക്കെ, സോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആരാണോ ട്യൂട്ടർ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആരാണോ പരിചയമുള്ളത് ഈ ഒരു ടീമിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പ്. എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ്. സോ ലെറ്റ്സ് ബി സ്ട്രോങ് ടുഗെദർ. സോ താങ്ക് യു എവറി വൺ. സോ നമുക്ക് എൻഡ് ചെയ്യാം അല്ലേ? യെസ് മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്.